നമ്മുടെ ഈ ബിഗ് ബോസ് സീസൺ 7 സൗഹൃദത്തിന് ഏറ്റവും കൂടുതൽ വാല്യൂ കൊടുക്കുന്ന ആരാണെന്ന് അറിയാവോ? പട്ടായ ഗേൾസ് ആയിരിക്കും. അല്ല, അങ്ങനെ ഒരാളുടെ പേര് പറയാം, ഒരാളുടെ പേര് പറയും. ആദില, നൂറ ആദില. നൂറ ആദില. പക്ഷെ ഞാൻ പറയുന്നത് സൗഹൃദത്തിന് ഏറ്റവും കൂടുതൽ വാല്യൂ അനുമോളാന്ന് പറയും. വാല്യൂ എന്നല്ല, സൗഹൃദം കൊണ്ട് കണ്ടന്റ് ഉണ്ടാക്കുന്ന ആളെന്ന് ഞങ്ങൾ അങ്ങനെയല്ല, കാരണം അനുമോളുടെ ഞാൻ ഉദ്ദേശിച്ച വാല്യൂ എന്ന് മനസ്സിലായോ? അനുമോളുടെ സൗഹൃദത്തിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഏകദേശം 50 ലക്ഷം രൂപയാണ്. ഭയങ്കര വാല്യൂ ആണ്. വേറെ ആർക്കും അത്രയും വാല്യൂ ഇല്ല ബിഗ് ബോസിനകത്ത്. അതായത് അനുമോളുടെ ഒരു സൗഹൃദത്തിന് 50 ലക്ഷം രൂപയാണ് വില എന്ന് പറയുന്നത്. ആദ്യം ശൈത്യക്ക് അങ്ങനത്തെ വില കിട്ടും. ശൈത്യക്ക് 50 ലക്ഷം രൂപയുടെ ഒരു വില കിട്ടും. കാരണം ശൈത്യമായിട്ടുള്ള സൗഹൃദം വെച്ചിട്ട് അത് മറ്റേ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലത്തുള്ള ജെനുവിൻ സൗഹൃദം അല്ല. ശൈത്യന് 50 ലക്ഷം രൂപ. ശൈത്യം ഉന്നയിക്കുമ്പോഴത്തേക്കും എന്റെ 50 ലക്ഷത്തിന് പറ്റിയ ഒരു സുഹൃത്ത് ഏത്? ബിഗ് ബോസിന്റെ വിന്നർ ആകാൻ വേണ്ടിയിട്ട് അനുമോൾക്ക് ഓരോ സൗഹൃദങ്ങൾ വേണം. അപ്പോ ശൈത്യയെ കണ്ടത് ശൈത്യയുടെ മുന്നിൽ ഇപ്പൊ നമ്മൾ ശൈത്യയെ കാണുമ്പോഴത്തേക്കും നമ്മളെ മുന്നിൽ കാണുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഒരു മനുഷ്യനെയാണ് കാണുന്നത്. അനുമോൾ നോക്കുമ്പോൾ അനുമോളെ കാർട്ടൂൺ കരുത്തില്ലേ, കണ്ണുറക്കുമ്പോഴത്തേക്കും 50 ലക്ഷത്തിന് നോട്ട് കെട്ടിങ്ങനെ നിൽക്കുന്ന പോലെയാണ് ആദ്യം ശൈത്യം അങ്ങനെ യൂസ് ചെയ്തു. പിന്നീട് ആദ്യം ഞാൻ ഇതിനു മുമ്പ് എന്റെ വീഡിയോ ഒക്കെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അനുമോൾ ഭയങ്കര ഫേക്കാണ്. ലൈക്ക് ഇത്രയും ഫേക്ക് ആയിട്ട് ബിഗ് ബോസിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ കോണ്ടന്റിന് വേണ്ടിയിട്ട് എന്ത് വൃത്തികേടും വിളിച്ചു പറയാൻ ധൈര്യപ്പെടുന്ന, അല്ലെങ്കിൽ ഏത് വിധേനയും കോണ്ടന്റ് മാത്രം മതി, സൗഹൃദങ്ങൾക്ക് വാല്യൂ ഇല്ല, വിളിച്ചു പറയുന്ന വാക്കുകൾ എന്താണെന്ന് അർത്ഥം, അതിന്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കില്ല, അല്ലെങ്കിൽ അത് വിഷയമല്ല അനുമോക്ക്. ഇപ്പൊ ആരെപ്പറ്റി എന്ത് ചെറ്റ വർത്താനം പറഞ്ഞിട്ടാണെങ്കിലും ഒരു പ്രോബ്ലവും ഇല്ല. എനിക്ക് കോണ്ടന്റ് കിട്ടണം, എനിക്ക് ബിഗ് ബോസിന്റെ വിന്നർ ആവണം. എന്റെ PR ടീമിന്, നോട്ട് ദ പോയിന്റ്, എന്റെ PR ടീമിന് കട്ട് ചെയ്തിടാനായിട്ടുള്ള സാധനം അവിടെ വേണം. ഓൾറെഡി പ്ലാൻഡ് ആണ്. അനുമോളുടെ PR ആരാണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, എത്ര ലക്ഷം രൂപയുടെ PR ആണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇതൊക്കെ ഇത്രയും ചർച്ചയായ ഒരു സീസൺ വേറെ ഇല്ല. അനുമോളുടെ PR ടീമായിട്ട് ഓൾറെഡി അനുമോൾ ഡിസ്കഷൻ നടത്തിയ കാര്യമാണ്. അനുമോൾ എന്തെങ്കിലും കോണ്ടന്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് എന്ത് വൃത്തികെട്ട കോണ്ടന്റ് ആണെങ്കിലും അവരത് വെളുപ്പിച്ചെടുക്കും. അത് കൃത്യമാണ്. ആരെയും പുറത്തിറങ്ങിയിട്ട് അനുമോളുടെ PR-നെ പറ്റി വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ആരും എന്തുകൊണ്ടാണ് ഷെയ്ക്കാനും കൊടുക്കാൻ ഇറങ്ങിപ്പോയത് ഹഗ് ചെയ്യാണ്ട്? കാരണം അനുമോളുടെ PR ടീം അതിനെ വളച്ചൊടിക്കും, അതെങ്ങനെയായാലും. ഈവൻ ആര്യനോട് ചെയ്ത് വെച്ച ചെറ്റത്തരത്തിന് കൈയും കണക്കൂലല്ലോ. എന്തിനാണ്, എന്തിന്റെ ബേസിലാണ് ഈ ആതിരയെടുത്ത് നൂറെടുത്ത് അനുമോൾ എന്തിനാണ് സൗഹൃദം കാണിച്ചിരിക്കുന്നത്? കാരണം ആ കോണ്ടന്റ് പുറത്തു വരാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് അനീഷ് ആണെന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ മറ്റേ CI2 തൊഴിലാളി പോലെ ആയിരുന്നു. അനുമോളെ താങ്ങി അങ്ങ് നടത്തി. എനിക്ക് അക്ബർ പറഞ്ഞ അല്ല, ഇന്ന് അക്ബറിന്ന് പക്കെടുക്കുകയും കളിച്ചേട്ടോ. അത് പറയാണ്ടിരിക്കാൻ പറ്റും. അക്ബർ പോയിന്റ് അടിച്ച അക്ബർ. അതിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പ് ഈ അനീഷിന്റെ താങ്ങല് സത്യം പറയാമല്ലോ. അനീഷ് പറ്റുമെങ്കിൽ ഈ ബിഗ് ബോസ് കഴിഞ്ഞിട്ട് ഈ CI2 യൂണിയനിൽ പോകണം. എന്നിട്ട് പറയണം, ഞാനാണ് ഈ സീസണിലെ ഏറ്റവും ബെസ്റ്റ് താങ്ങ്. അതായത് താങ്ങലിങ്ങനെ താങ്ങിട്ട് അനുമോളെ താങ്ങി 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 അത് ഒരു എപ്പിസോഡ് ഫുൾ അങ്ങ് താങ്ങി വെളുപ്പിച്ചെടുക്കാനായിട്ട്. അത് അനീഷ് ഭയങ്കരമായിട്ട് പങ്കപ്പാട് വിടുന്നുണ്ടല്ലോ. ഇങ്ങനെ അനീഷ് വിന്നറാകണമെന്ന് ആഗ്രഹിച്ചെന്നൊക്കെ ഞാൻ ഇതിൽ വെച്ച് കാച്ചതേ ഉള്ളൂ. അതേ അനീഷ് ഇങ്ങനെ വന്നിട്ട് ഒരാളെ വെളുപ്പിക്കാനായിട്ട് ഇങ്ങനെ താങ്ങി കൊടുക്കരുത്. ആ താങ്ങിൽ കാണുമ്പോൾ നമുക്ക് തന്നെ അനീഷിന്റെ അടുത്തുള്ള ഒരു വാല്യൂ അങ്ങ് പോയി കിട്ടും. എന്ത് കാര്യത്തിന്? ഒരാളുടെ മാത്രം ഒരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പഠിക്കണം. തെറ്റുകൾ എപ്പോഴും നമ്മൾ മനസ്സിലാക്കാനും തിരുത്താനും അക്സെപ്റ്റ് ചെയ്യാനും പഠിക്കണം. അല്ലാണ്ട് ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പെന്ന് പറഞ്ഞ പോലെ എന്ത് ചെറ്റത്തരം കാണിച്ചിട്ട് അതിനെ ന്യായീകരിക്കാനായിട്ട് പുറത്ത് ലക്ഷങ്ങൾ കൊടുത്തിട്ടുള്ള PR ടീം ഉണ്ടെന്നുള്ള ധൈര്യത്തിൽ വൃത്തികേട് വിളിച്ച് പറയരുത്. ഓക്കെ, ഇന്ന് ആ ഹൗസിൽ എനിക്ക് തോന്നുന്നു അനുമോൾ കാണിച്ച ഊളത്തരത്തെ അനീഷ് ഒഴിച്ച് ബാക്കി എല്ലാ ആൾക്കാരും കൃത്യമായിട്ട് ചോദ്യം ചെയ്തിട്ടുണ്ട്. എല്ലാവരും ചോദ്യം ചെയ്തിട്ടുണ്ട്. ഇനി സാബുമാന്റെ പോലെ സൗണ്ട് പുറത്ത് വന്നത് പറയാത്ത ഒരേ ആളുള്ളൂ, അത് നെവിനാണ്. അത് നെവിൻ നല്ലതോ ചീത്ത ആരെ സപ്പോർട്ടൊന്നും ചെയ്ത് നെവിൻ മിണ്ടിയിട്ടില്ല. നെവിന് മിണ്ടേണ്ട ആവശ്യമില്ല, കാരണം നെവിൻ ഓൾറെഡി അറിയാം. ഇത് മനസ്സിലാക്കി എടുത്തുള്ള കാര്യമാണ്. ഇനി അനുമോളെ താങ്ങുന്ന കമന്റ് ബോക്സിലെ തൊഴിലാളിയെടുത്ത് പിന്നെ ഞാൻ വേറൊരു കാര്യം ഞാൻ പറയാൻ മറന്നു. നിങ്ങൾ ഈ കമന്റ് തൊഴിലാളികളെ നിങ്ങൾ ഈ കോപ്പി പേസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങളൊരു മണ്ടത്തരം കാണിക്കുന്നുണ്ട്. ഞാനൊരു വീഡിയോ ഇട്ട്, ഞാനെന്നല്ല ഏത് ആളും ബിഗ് ബോസിന്റെ ഒരു വീഡിയോ അവരുടെ ചാനലിൽ ഇട്ട് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ ഈ ലെങ്തി കമന്റ്സ് ഉണ്ടല്ലോ, നിങ്ങൾ ഓൾറെഡി എപ്പിസോഡ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന നിങ്ങളുടെ ഈ ഒരു 10-20 ലൈനുള്ള കമന്റ് ഇല്ലേ, അത് ടൈപ്പ് ചെയ്യാനായിട്ട് ഒരു മനുഷ്യനാണെങ്കിൽ അവനൊരു 3-4 മിനിറ്റ് വേണ്ടി വരും. ഞാൻ വീഡിയോ ഇട്ട് 10-12 സെക്കൻഡ് ആകുമ്പോഴത്തേക്കും ഈ ലെങ്തി കമന്റ് വരുമ്പോഴത്തേക്കും എനിക്ക് മനസ്സിലാവുന്നുണ്ട് അത് നിങ്ങൾ ഓൾറെഡി കോപ്പി പേസ്റ്റ് ചെയ്ത പരിപാടിയാണെന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഇത്തിരി കൂടെ ആക്രാന്തം കാണിക്കാണ്ട് ബുദ്ധിപരമായിട്ട് കമന്റ് ചെയ്യൂ. ഒരു കമന്റിന് 5 രൂപ എന്തോ ചിലവല്ലേ? അപ്പൊ നിങ്ങൾ അത്രയും കഷ്ടപ്പെടുന്ന ആൾക്കാരല്ലേ. 5 രൂപക്ക് നിങ്ങൾ പണിയെടുക്കുമ്പോൾ
ഒരു കമന്റ് ചെയ്യാനായിട്ട് 5 രൂപ ഒക്കെ വാങ്ങിക്കുന്നുണ്ട്, 3 രൂപ 2 രൂപയുടെ കമന്റ് ഒക്കെ ഉണ്ട്. അപ്പൊ 5 രൂപയുടെ കമന്റ് ചെയ്യുന്ന ആൾക്കാരുടെ ഇത് ഞാൻ പറയുകയാണ്. അതാ പറഞ്ഞത്, നിങ്ങൾ ഈ കോപ്പി പേസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇവർക്ക് വേറെ പണിയുണ്ട്. കാരണം അറിയോ, ഇപ്പൊ നമ്മുടെ ചാനലിൽ വന്ന് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് ഇവർക്ക് ഉടനെ തന്നെ മറ്റുള്ള എല്ലാ ചാനലിലും പോകണം. അൻസിഫിന്റെ ചാനലിൽ പോകണം, സായിയുടെ ചാനലിൽ പോകണം, രാജ് ഡോക്സിൽ പോകണം, സമ്മറിൽ പോകണം, രേവതിയിൽ പോകണം, മൂപ്പനിൽ പോകണം. ഇവർക്ക് എല്ലായിടത്തും ഓടണം. ഇവരെല്ലായിടത്തും പോയിട്ട് ഇവർക്ക് ഇങ്ങനെ കമന്റ് ചെയ്ത് കോപ്പി പേസ്റ്റ് അടിച്ചിട്ടല്ലേ ഇവർക്ക്. ചേട്ടാ ഞങ്ങളിതേ ഇന്ന് 20 ചാനലിൽ കമന്റ് ചെയ്തിട്ടുണ്ട്, അതിന്റെ സ്ക്രീൻഷോട്ട് അയച്ചു കൊടുക്കുന്നു, അതിന്റെ കാശ് വാങ്ങിക്കുന്നു. എന്തുവാടേ ഇത്? ഓക്കെ, അപ്പൊ നിങ്ങൾ വൃത്തിയായിട്ട് പണിയെടുക്കുക. എന്തായാലും നന്നായിട്ട് നിങ്ങളുടെ പണിയൊക്കെ മക്കളെ നന്നായിട്ട് തന്നെ നടക്കട്ടെ. അപ്പൊ നമ്മൾ പറഞ്ഞു വന്ന് ഈ 2 ആഴ്ച കഴിഞ്ഞിട്ട് പണിയും പോവും. പിന്നെ നിങ്ങൾ 3 മാസത്തെ പെൻഡിങ് കാശ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് വാങ്ങിച്ചെടുക്കുക. അതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യേണ്ടതാണ്. അവിടെ ചെയ്ത പണിയൊക്കെ നമുക്കറിയാലോ. ഇന്ന് അടുത്ത ദിവസം റീലിട്ട് ആൾ കഷ്ടപ്പെടുവാണ്. കാരണം എല്ലാ ദിവസവും അനുമോൾ ഓരോ ഊളത്തിനായിട്ട് വരും. അതിന് വെളുപ്പിച്ച് അനുമോളെ പതപ്പിച്ച് വെളുപ്പിക്കുന്ന ഏറ്റവും വലിയ അനു 16 ശരിക്കും മുതലാക്കിയിട്ടുണ്ട്. പിന്നെ പണിയെടുപ്പിച്ചിട്ടുണ്ട്. ലാഭമായിട്ട്. കാരണം 14 ലക്ഷം രൂപ മുടക്കിയെങ്കിലും അനുമോള് നന്നായിട്ട് അത് യൂസ് ചെയ്തിട്ടുണ്ട്. കാരണം ആ പണത്തിന് 50 ലക്ഷത്തിന്റെ പണി ഓൾറെഡി പിയാനെ കൊണ്ട് എടുപ്പിച്ചിട്ടുണ്ട്. കാരണം എല്ലാ ദിവസവും അനുമോൾ അടപ്പിട്ട് വെളുപ്പിക്കാൻ എടുത്ത് പാട്. ഇനി ഇന്നത്തെ ഒന്നും കിട്ടിയില്ലെങ്കിൽ ഞാനൊന്ന് കരഞ്ഞേരും. രക്ഷപ്പെടാൻ കിട്ടിയ ഒരു ചാൻസ് ഇല്ലെങ്കിൽ ഞാൻ കരഞ്ഞു. എനിക്ക് ഉത്തരം മുട്ടുമ്പോ ഉടൻ തന്നെ അവിടെ നിന്ന് ഇറങ്ങി ഓടിക്കളയും. എസ്കേപ്പ് അടിച്ച് ബാത്റൂമിൽ പോയിട്ടിരിക്കും. കക്കൂസ് പോയി ആലോചിക്കും, ഞാൻ എന്ത് ചെയ്യും, എന്റെ PR ടീം എങ്ങനെയെങ്കിലും എന്നെ വെളുപ്പിക്കുമായിരിക്കുമല്ലേ എന്നുള്ള ചിന്തയാണ് കക്കൂസിൽ പോയി നമ്മൾ ആലോചിക്കുന്നത്. ഇനി ഇന്നത്തെ വിഷയത്തിൽ അനുമോളെ വെളുപ്പിക്കാൻ പറഞ്ഞിടത്തും ചോദിക്കുകയാണ്. അനുമോൾ ഫുഡ് ഉണ്ടാക്കിയാണ് കിച്ചണത്തിൽ ഇരുന്ന്. ഓക്കെ, ഈ ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് ഓൾറെഡി കഴിഞ്ഞ ആഴ്ച ആരുടെ മുന്നിൽ വന്ന ആ പാത്രം എടുത്തിട്ട് വന്ന് ഷോ ഓഫ് ഇറക്കിയതാണല്ലോ, ഇത്രയും ചോറ് മിച്ചം വെച്ചല്ലോ എന്ന് പറഞ്ഞുകൊണ്ട്. ഇന്നെന്താ ചോറല്ലേ മിച്ചം വന്നത്? അതെന്തോ ഇനിയിപ്പോൾ അനുമോൾ ഉണ്ടാക്കുമ്പോൾ ചോറ് അത് തിരിച്ചരിയായിട്ട് കടത്തി പോയി ഇരിക്കുവോ? അങ്ങനെയില്ലല്ലോ, അത് ചോറ് തന്നെ ഇല്ലാത്തുള്ളൂ. ഓക്കെ, അത് വിട്ടേക്ക്. ഈ അനുമോൾ ഈ ഭക്ഷണം വിളമ്പി കൊടുക്കുമ്പോഴത്തേക്കും അനുമോളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പയറല്ലല്ലോ അവിടെ വെച്ച് വേവിച്ച് ഭക്ഷണമാക്കുന്നേ അല്ലേ? അനുമോൾ ഉണ്ടാക്കാതെങ്കിൽ വിളമ്പാൻ എനിക്കും അറിയാം. അതാ അത് അനുമോൾ വീട്ടിൽ പോയിട്ട് വിളമ്പണം. അല്ലാണ്ട് ബിഗ് ബോസിനകത്ത് വന്നിട്ട് ആളല്ല. ആ ചുരുക്കൂടൊന്നുമാണ് മൊത്തം തീർക്കണ്ടേ. ഒരു മര്യാദ വേണ്ടേ? അനുമോളുടെ മറ്റേ കുടുംബ സ്വത്തെന്നാണ് വിചാരം ഈ ഭക്ഷണം. അനു ഒരു മൾട്ടി ടാസ്കർ ആണ്. പറയാ ഒരു സമയം ചോറ് വിളമ്പും, അത് സെയിം കൈ കൊണ്ട് തന്നെ പയറോണ്. ഇതൊന്നും പറഞ്ഞാൽ മുട്ട ഞാൻ വേറെ പൊരിച്ചു തരും. അത് ഞാൻ തന്നെ ചെയ്യത്തുള്ളൂ. അതിനിടക്ക് മറ്റേ കണ്ടായിരുന്നോ ബിഗ് ബോസ് നമ്മളെ കാണിച്ചു തന്നു, ആപ്പിളൊക്കെ എണ്ണി തിട്ടിപ്പെടുത്തി വെച്ചോണ്ടിരിക്കുകയായിരുന്നു. കാരണം എല്ലാം ഞാൻ തന്നെ. അതായത് ഈ ട്രസ്റ്റിൽ സുഭദ്ര, അപ്പൻ തിരുമേനി അങ്ങനെയില്ല. ഈ ട്രസ്റ്റിൽ ഒരൊറ്റ മെമ്പറേ ഉള്ളൂ. ആ ട്രസ്റ്റിന്റെ മറ്റേ സെക്രട്ടറിയും പ്രസിഡന്റും ഖജാൻജിയും എല്ലാം ഞാൻ തന്നെ. അനുമോളും പിന്നെ അനുമോളുടെ PR ടീം. അപ്പോ അനുമോൾ അവിടെ ഈ ഭക്ഷണം വിളമ്പുന്ന സമയത്ത് എല്ലാവർക്കും മനസ്സിലാവുന്നത് അങ്ങനെ ഇതിനെ പിടിച്ചു വെച്ച് ഭക്ഷണം വിളമ്പേണ്ട ആവശ്യമില്ല. അതാണ് ചോദിച്ചത്. സാബുമാന്റെ വിഷയത്തിലാണ് തുടങ്ങിയത്. ഇത്തിലൂടെ പയറിയുന്നതാ. കാരണം അവിടെ മിച്ചം ഇരിക്കുകയല്ലേ. ഇത് മറ്റേ ഭക്ഷണം എല്ലാവരും കഴിച്ചു കഴിഞ്ഞിട്ട് ഇതുകൊണ്ട് എന്തിനാ ഫ്രിഡ്ജ് കൊണ്ട് വെക്കാനോ? അപ്പം കൊടുക്കേണ്ടവർക്കും കൊടുക്കണം. ഇതേ എല്ലാവരും ചോദിച്ചുള്ളൂ. അതിൽ ഇതേപോലെ വളച്ചൊടച്ചു കണ്ടന്റ് ഉണ്ടാക്കി കരഞ്ഞു വിളിച്ച് ഭക്ഷണം ഉണ്ടാക്കി ഇതേപോലെ ഒരു പറയുന്നുണ്ടായിരുന്നു അത്യാഗ്രഹം. അല്ല ഇത് അനുവിന്റെ കയ്യിൽ നിന്നോ അല്ലെ അനുവിന്റെ വീട്ടിൽ നിന്നോ കൊണ്ടുവന്ന സാധനമോ അല്ല. അനുവിന് തീരെ തയ്യാറ സാധനമല്ല, എല്ലാവർക്കും ഉള്ള റേഷനാണ്. അതിനകത്തുനിന്ന് എല്ലാവർക്കും ഓരോ പങ്കുണ്ട്. അതും അനു വെച്ചെന്നേ ഉള്ളൂ. അത് കിച്ചൺ ടീമിലുള്ള അനു വെച്ചു. കിച്ചൺ ടീമിലുള്ള ആര് വെച്ചാലും അവരെല്ലാവർക്കും ഈക്വലി. ഞാൻ പണിയെടുത്തത് കൊണ്ട് എനിക്ക് എക്സ്ട്രാ വേണ്ടേ? പിന്നെ അങ്ങനെയാണെങ്കിൽ കിച്ചൺ ഡ്യൂട്ടി എല്ലാ ആൾക്കാർക്ക് എക്സ്ട്രാ ഫുഡ് ഉണ്ടാക്കി കഴിച്ചൂടെ? അവിടെ എന്താ ഈ പറയുന്നത് നടന്ന് ഒരു വിവരമില്ലല്ലോ. ഇനി ഇന്നത്തെ നമുക്ക് ഫസ്റ്റിലെ കാര്യം തൊട്ട് പറയാം, അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം മിസ്സായി പോകും. ഇന്ന് ലൈവ് കണ്ടവർക്ക് കൂടെ അറിയാം, നെവിൻ ഇന്ന് സാബുമാനെ സത്യമായിട്ടും പൊള്ളിച്ചെടുക്കുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാബുമാൻ്റെ ഒരു പരിപാടിയുണ്ട്. സാബുമാൻ ഈ നന്മമരം കളി ഉണ്ടല്ലോ, ഒന്നും സാബുമാൻ അപ്പുറത്ത് അനുമോളത്തെ നൂറെടുത്തും അതിലെടുത്തും പോയിട്ട് ബാക്കിയുള്ള ആണുങ്ങളെ പറ്റിയുള്ള മോശം പറഞ്ഞു കൊടുക്കും. ഇപ്പുറത്ത് വന്നു വന്നിട്ട് എന്ത് ചെയ്യും? അവരെ പറ്റി മോശം പറഞ്ഞു കൊടുക്കും. ഇത് നെവിൻ ഫസ്റ്റ് തന്നെ, അത് എപ്പിസോഡിൽ കുറച്ചേ കാണിച്ചിട്ടുള്ളൂ, നെവിൻ ഇത് പൊളിച്ചെടുക്കുന്നുണ്ട്. സാബുമാൻ ഇതേപോലെ ഒരു 2 വള്ളത്തെ കാല് ചവിട്ടുന്ന ഒരാളാണെന്ന് നന്മമരം അല്ല എന്നുള്ളതും കൃത്യമായിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട്. സാബുമാന്റെ ഒരു സത്യം പറഞ്ഞാൽ സാബുമാൻ ഇതേപോലെ മറ്റേ ഏഷ്യനെയും കുത്തിത്തിരിപ്പുള്ള പരിപാടി കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. അത് സാബുമാൻ ചെയ്യുന്നുണ്ടത്. അത് ഇന്ന് നെവിൻ കൃത്യമായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് നല്ല കാര്യം. കാരണം
അത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ആകപ്പാട് സാബുമാനെ തിരിച്ചറിയാൻ കുറെ ആൾക്കാർ ഇനിയും ഉണ്ട്. അത് സാബുമാൻ ചെയ്യുന്നുണ്ട് അവിടെ, അത് ഉള്ള കാര്യം തന്നെയാണ്. അത് പല അത് പാവോ അല്ലെങ്കിൽ ഒരു നന്മമാരോ പ്യൂർസോളോ ഒന്നും അല്ല ആള് നല്ല കുത്തിരിപ്പുള്ള ആള് തന്നെയാണ്. അത് മനസ്സിലാക്കിയാൽ ഓരോരുത്തർക്കും ഉള്ള, കാരണം സാബുമാൻ പലപ്പോഴായിട്ട് ആ കുത്തിരിപ്പ് പരിപാടി അവിടെ ചെയ്യുന്നുണ്ട്. നമ്മളത് കൃത്യമായിട്ട് കണ്ടിട്ടുള്ള കാര്യമാണ്. ഇനി അനുമോളുടെ പിന്നീട് നമ്മൾ കാണുന്ന അനുമോളുടെ കുലസ്ത്രീ വൈബ് പരിപാടിയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അത് നടപടികളുടെ കേസ് കേട്ടല്ല. എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും അനുമോൾക്ക് മറ്റേ സ്ത്രീധനം കിട്ടിയ പയറും അരിയായിട്ടല്ല അവിടേക്ക് വന്നിട്ടുള്ളത്. അനുമോൾ പ്രത്യേകം ഓർക്കേണ്ട ഒരു കാര്യമാണ്. അവിടെ അക്ബർ കറക്റ്റ് പോയിന്റ്, നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ച കാര്യം അതാണ്. അക്ബർ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് അടിച്ചു. ഈ ചോറ് എങ്ങനെ മിച്ചം വന്ന് അനു എന്നൊരു ചോദ്യം അവിടെ അടിക്കുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച ലാലേട്ടന്റെ വീക്കിന്റെ എപ്പിസോഡില് അരിങ്കലവും പിടിച്ചോണ്ട് നേരെ ലാലേട്ടന്റെ അടുത്ത് വന്നിട്ട് ഇത്രയും ചോറ് എങ്ങനെ മിച്ചം വന്നു അനുമോട് ചോദിച്ചിരുന്നു. ഇപ്പൊ അനുമോട് തിരിച്ച് അക്ബറിന് ചോദിക്കാം, ഈ ചോറ് എങ്ങനെ മിച്ചം വന്നു? അപ്പൊ അനുമോട് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, ഈ പയർ ഞാൻ മിച്ചം വെച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇനിയും ചോറ് ആൾക്കാർ തിന്നണം, അപ്പൊ ഈ പയർ ഇട്ട് കൊടുക്കും. അപ്പൊ അനുമോള് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നിങ്ങൾ തിന്നങ്ങ് തീർത്തോണം. 8 പേര് 18 പേരെ ഫുഡ് വേണ്ട ആവശ്യമില്ല. അനുമോളൊക്കെ പറയുന്നുണ്ട് ഈ പയർ ഇനിയും വേണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അനുമോൾ പറഞ്ഞാണ് അങ്ങനെ നിങ്ങൾ ചോറ് നിന്ന് തീർക്കണം. അനുമോൾ പറഞ്ഞ പോയിന്റ്, നിങ്ങൾ എന്നാ ചോറ് നിന്ന് തീർക്കണം. അത് പയർ തിന്നണം, വേണമെങ്കിൽ ഇപ്പൊ പയർ മാത്രം തിന്നാം, അതിന്റെ കുഴപ്പമെന്താ? അനുമോളാണ് തീരുമാനിക്കുന്നത് എന്ത് തിന്നണം എന്നുള്ളത്. അത് അവിടെയുള്ള ആൾക്കാരുടെ ഇഷ്ടമാണ്. അനുമോള് തീരുമാനിക്കേണ്ട ആവശ്യമൊന്നുമില്ല ആരെന്ത് തിന്നണം എന്നുള്ളത്. അനുമോൾക്ക് പട്ടിണി കിടക്കാം, അനുമോൾക്ക് മറ്റേ മോട്ടിച്ച ആപ്പിള് പോയിട്ട് കട്ട തിന്നാം, അങ്ങനെ പല പരിപാടി ചെയ്യാം, രാത്രി പോയിട്ട് പാല് കുടിക്കാം, എന്നിട്ട് മറ്റുള്ള ആൾക്കാരുടെ മുന്നിൽ വെച്ച് എനിക്ക് വേണ്ടട്ടോ അടുത്തത് ഭക്ഷണം കഴിക്കില്ല. അയ്യോ, അത് ഇന്നിപ്പോ ലാസ്റ്റ് അനീഷ് വന്ന് ഫുഡ് കഴിക്കാൻ പൊതച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കറിയാമല്ലോ, പണ്ടിതുപോലെ ഒന്നും വേണ്ട എനിക്ക് പട്ടിണി കിടന്നിട്ട് ആപ്പിളും കഴിച്ചോണം. നീ ഈ പുതപ്പ് മാറ്റി കഴിയുമ്പോ അതിനകത്ത് ഫ്രൂട്ട്സ് കട്ടയണോന്ന് അറിയത്തില്ല. ആ എണ്ണി വെച്ചത് അല്ലേ അവിടെ ഉണ്ടോന്ന്. അനുമോളുടെ ഏറ്റവും പ്രശ്നം അറിയാവോ? ഇപ്പൊ ആദില വന്നിട്ട് അനുമോളുടെ അടുത്ത് ചോദിക്കുകയാണ്, കാര്യങ്ങൾ ചോദിക്കുക, ഉത്തരം മുട്ടുമല്ലോ. അക്ബർ ഒന്ന് ചോദിക്കുമ്പോഴും ഷാനവാസ് ചോദിക്കുമ്പോഴേക്കും ഉത്തരം മുട്ടിക്കഴിഞ്ഞാൽ അനുമോളുടെ സ്ഥിരം സ്ട്രാറ്റജി ഉണ്ട്. ഞാനെന്നാ കിച്ചൺ ടീമിലേക്ക് ഇല്ല, നിങ്ങൾ ഒറ്റക്ക് നോക്കോ, നേരെ അവിടെ നിന്ന് എസ്കേപ്പ്. എല്ലാവർക്കും വെച്ചുണ്ടാക്കി തന്നതിന്റെ അല്ലേ ഈ എസ്കേപ്പ് മനസ്സിലായി. അനുമോൾക്ക് പറഞ്ഞു നിൽക്കാൻ പറ്റൂല. വെറുതെ അനുമോൾ ഒട്ടും സ്ട്രോങ് അല്ല, അനുമോളെ പറഞ്ഞു തോപ്പിക്കാനായിട്ട് വളരെ എളുപ്പ. അപ്പൊ അനുമോൾക്ക് ഉത്തരം മുട്ടിക്കഴിയുമ്പോൾ സ്ട്രോങ് അല്ലെന്നല്ല, ഇത് ട്രെയിൻ ചെയ്ത ആള് ശരിക്കും പറഞ്ഞിട്ടുണ്ട്, അനു എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം വിളിച്ചു പറയും. അത് 2 തവണ സംഭവിച്ചിട്ടുണ്ട്. എന്ത് കണ്ടിട്ടാണ് എന്റെ പുറകെ വന്നതെന്ന് എനിക്കറിയാം, പിന്നെ ഇത്ര ഞാൻ വെച്ചുണ്ടാക്കി തന്നിട്ടല്ലേ എനിക്ക് ഇത്ര മുന്നേ. ഇത് ഏതെല്ലാം അനുവിന്റെ ഔദാര്യം പോലാണ് അനു കാണിക്കുന്നത്. അനുവിന് പ്രത്യേകിച്ച് കിച്ചൺ ഡ്യൂട്ടി എന്നുള്ളത് അനു ഏറ്റെടുത്തതാണ്. സത്യം. അതെ, അല്ല കഴിഞ്ഞ ആഴ്ച കിച്ചൺ ടീമിനെതിരെ ഏറ്റവും കൂടുതൽ ഫൈറ്റ് ചെയ്ത ആളാ. അതെ അതെ, ഉത്തരം മുട്ടുമ്പോഴത്തേക്ക് ഓടിക്കളയുന്ന പരിപാടി ഉണ്ടല്ലോ, അത് ധൈര്യമാണെങ്കിൽ അവിടെ നിന്ന് സംസാരിക്കുന്നേ. അതിന് പോലും ധൈര്യം ഇല്ലാന്നുണ്ടെങ്കിൽ അനുമോൾ എന്തിനും കൊണവാക്കാൻ വേണ്ടി അനു ആ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ടാണ് മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുന്നത്. അല്ലാതെ പറഞ്ഞു കഴിഞ്ഞ അവളുടെ വായിന്നെല്ലാം വെളി വരും. അതുകൊണ്ട് ഇങ്ങനെ മണ്ടക്കോട്ട് നോക്കിയിരിക്കും. അനീഷിന്റെ കാര്യം, അനീഷ് ഇപ്പൊ അവിടെ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഇപ്പൊ ലാസ്റ്റ് മീറ്റിംഗ് സമയത്ത് അനീഷ് പറയുന്നുണ്ടായിരുന്നു, അത് ഞാൻ കണ്ടു, സാബുമാൻ ആവശ്യത്തിൽ കൂടുതൽ പയർ പാത്രത്തിനകത്തുണ്ടായിരുന്നുള്ളത് ഞാൻ കണ്ടു എന്ന് പറയും. ഓക്കെ, അനീഷ് അനീഷ് ഈ കണ്ടെന്ന് ഇമ്പോസിഷൻ എഴുതുമ്പോഴത്തേക്ക് ഒരു കാര്യം ഉണ്ട്. ഇന്ന് രാവിലെ നിങ്ങൾ എപ്പിസോഡിൽ കണ്ട കാര്യമാണ്, സാബുമാനെ പറ്റി ചോദിക്കുന്ന സമയത്ത് അനീഷ് സാബുമാന്റെ മുഖത്ത് നോക്കി ഇത് പറയാനുള്ള ധൈര്യം പോലും കാണിക്കുന്നില്ല. ഒരാൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ മുഖത്ത് നോക്കി സംസാരിക്കുക, അല്ലാണ്ട് ഇമ്പോസിഷൻ പോലെ ഞാൻ കണ്ടു എന്ന് പറയുന്നതല്ല ധൈര്യം എന്ന് പറയുന്നത്. അയാളുടെ മുഖത്ത് നോക്കി സാബുമാൻ നീ കൂടുതൽ കറി എടുത്തിട്ട് പോകുന്നു ഞാൻ കണ്ടതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് വിളിക്കാം ആണത്വം എന്ന് വിളിക്കാം. അല്ലാണ്ട് മാറി നിന്നിട്ട് ഒരുമാതിരി മറ്റേ ഞാൻ കണ്ടു എന്ന് പറയുന്നതല്ല ഒരു ടോക്ക് എന്ന് പറയുന്നത്. സാബുമാന്റെ കൂട്ടിൽ ഞാൻ പ്ലേറ്റിൽ കൂടുതൽ പയർ ഞാൻ കണ്ടു. സാബുമാന്റെ പ്ലേറ്റിൽ കൂടുതൽ പയർ ഞാൻ കണ്ടു. സാബുമാൻ പലതവണ പറയുന്നത് അനീഷ് മുഖത്തൊക്കെ സംസാരിക്കുന്നത് പലതവണ പറയുന്നുണ്ട്. അത് അനീഷ് കാണിക്കുന്നത് ബീരത്വമാണ്. എന്താ ഇങ്ങനെ ഭയപ്പെടുന്നേ? ഓക്കെ, അനുമോളെ താങ്ങാനാണെങ്കിൽ പറയണം, അനുമോള് എന്ത് ചെയ്താലും ഞാൻ അനുമോളെ സപ്പോർട്ട് ചെയ്യും, നിങ്ങൾക്ക് എന്താണെന്ന് ചോദിക്കാൻ അത് ധൈര്യം. എന്താണ് അനുമോളുടെ തെറ്റ്, എന്താണെന്ന് ഇന്നത്തെ എപ്പിസോഡിൽ ഇന്നത്തെ ഒരു ദിവസം അനീഷിന് മനസ്സിലായില്ലേ? അനീഷിന് അത്ര പൊട്ടനാണോ? അനീഷിന്റെ കണ്ണ് തുറന്നാൽ കാണാൻ പറ്റും. എപ്പിസോഡ് കണ്ട് നമുക്ക് മനസ്സിലാകുന്നുണ്ട്, അല്ലെങ്കിൽ ലൈവ് കണ്ട ആൾക്കാർക്ക് മനസ്സിലാകുന്നുണ്ട് അനീഷ് അനുമോൾ എന്ത് കൂടത്തിലാണ് കാണിച്ചു വെച്ചത്. ഇനി ഈ ചോറ് ഇപ്പൊ അനീഷ് ഇപ്പൊ ചെയ്യുന്നതറിയോ? പുറത്ത് അനുമോളുടെ PR ടീം ഉണ്ട്, അകത്ത് അനുമോളുടെ PR ആയിട്ട് ഇപ്പോ അനീഷും ഉണ്ട്. 2 PR, അകത്തും PR പുറത്തും PR എന്ന് പറയുന്ന അവസ്ഥയാണ്. അനീഷിന്റെ വിചാരം എന്ന് പറയുന്നത് ഫിനാലിലേക്ക് എത്തുമ്പോഴത്തേക്ക് അനുമോളുടെ കുറെ സപ്പോർട്ട് അനീഷിന് കിട്ടി കപ്പടിക്കും എന്നാണെന്നുണ്ടെങ്കിൽ അനീഷ് ഇത് മണ്ടത്തരമാണ്. അനീഷിന് സെപ്പറേറ്റ് ഗെയിം കളിക്കാൻ നോക്കണം.
അല്ലാണ്ട് അനുമോളെ താങ്ങാൻ നിന്ന് കഴിഞ്ഞാൽ ആ താങ്ങിയ മൂഡ് അങ്ങ് കീറിപ്പോത്തേ ഉള്ളൂ അനീഷ് ഇപ്പൊ തന്നെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അനീഷിന് കൊള്ളാം. ഈ ഒറ്റപ്പെടൽ സ്ട്രാറ്റജിയൊക്കെ ഒരുപാട് നമ്മൾ കണ്ടു കഴിഞ്ഞാണ്. അത് വീണ്ടും അനുമോൾ എടുത്തിട്ട് വരരുത്. അതിലാണെന്നുണ്ടെങ്കിൽ അനുമോളുടെ പുറകെ നടന്ന് ഊക്കി പൊളിച്ച് വിടുന്നുണ്ടായിരുന്നു. അതിലെ കൃത്യമായിട്ട് അനുമോളുടെ എല്ലാ പരിപാടിയും PR ഉൾപ്പെടെയുള്ള പരിപാടി ഇപ്പൊ നൂറ് ആദ്യം കൃത്യമായിട്ട് അവര് സത്യം പറഞ്ഞ ആദ്യം നൂറയും അനുമോളുടെ അടുത്ത് നിന്നത് അനുമോളുടെ ഫെയിം കണ്ടിട്ടോ അല്ലെങ്കിൽ പുറത്തുള്ള സപ്പോർട്ട് കണ്ടിട്ടോ ഒന്നുമല്ല. അവർക്ക് എന്താ, അവര് വിചാരിച്ചു വെച്ചിരുന്നത് എന്താ, ഞങ്ങൾക്ക് അധികം സൗഹൃദങ്ങളില്ല, ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്ത ഒരാൾ വന്നാണ് അവർ വിചാരിച്ചത്. എന്റെ പൊന്നു മക്കളെ, നിങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല അനുമോൾ ആരാന്നുള്ളത്. ഈ പുറത്തിറങ്ങി കഴിയുമ്പോഴത്തേക്കും തുളുക്കി കാണിക്കും. അത് നിങ്ങൾ ഇപ്പോഴേ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് തന്നെ കൊള്ളാം. ഇനി അക്ബർ ആണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ബാക്കി വെച്ച ചോറ് പൊക്കി കാണിക്കുന്നുമുണ്ട്. അക്ബറിന്റെ മനസ്സ് തൃപ്തിയായല്ലോ. കഴിഞ്ഞ ആഴ്ച ആരാട്ടന്റെ എപ്പിസോഡ് അനുമോൾ കാണിച്ചതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് കാണിച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഇനി അക്ബറിന്റെ മനസ്സ് മാത്രമായിട്ട് ഇന്ന് കിടന്നൊന്ന് ഉറങ്ങാം. പിന്നെ ആ ഒരു ടാസ്ക് വരികയാണ്. 2-3 ടാസ്ക് ഉണ്ടായിരുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, അത് വിന്നറിന്റെ എമൗണ്ട് നിന്നാണ് കാശ് പോകുന്നത്. അക്ബർ ആണെന്ന് അത്യാവശ്യം നന്നായിട്ട് 2-3 ടാസ്കിൽ അക്ബർ പെർഫോം ചെയ്തു, ഷാനവാസ് പെർഫോം ചെയ്തു, അതേപോലെ തന്നെ അനീഷ് പെർഫോം ചെയ്തു, നൂറ പെർഫോം ചെയ്തു. അപ്പൊ അതെ, ഇനി ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് നിങ്ങൾ നോക്കിക്കോ, ആ പെട്ടി കൊണ്ട് വെക്കും. പെട്ടി എന്തായാലും വെക്കാണ്ട് പോകത്തില്ല. ഇങ്ങനെ ഒരുപാട് ടാസ്കുകൾ വന്നിട്ടായിരിക്കും ലാസ്റ്റ് പെട്ടിയിലേക്ക് വരുന്നത്. ഇനി അനുമോളെ പിന്നീട് ഈ ടാസ്ക് എല്ലാം കഴിഞ്ഞിട്ട് നൂറ വളരെ മാന്യമായിട്ട് ആസ് എ ക്യാപ്റ്റൻ വളരെ മാന്യമായിട്ട് അനുമോളെ വെസൽ കഴുകാനായിട്ട് വിളിക്കുന്നു. അതല്ല, അത് നൂറയുടെ അത്രയും മാന്യത നമ്മളാണെങ്കിൽ ഇങ്ങനെ വിളിക്കുവോ? നമ്മൾ ആരെങ്കിലും വിളിക്കുവോ? വിളിച്ചു, പലതവണ വിളിച്ചിട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അനുമോക്ക് പാത്രം കഴുകാൻ വരുവോ എന്നാണ് ചോദിച്ചത്. വരാൻ പറ്റുമോ എന്നല്ല, വരാവോ എന്നാ ചോദിച്ചത്. ഈ വിളിക്കുന്ന സമയത്ത് അനുമോട് ഒരു പുച്ഛമുണ്ട്. നൂറനെ പുച്ഛിച്ചങ്ങ് തള്ളി. നൂറയ്ക്ക് കുരുവിടാൻ കാരണം അതാ. കാരണം ഓൾറെഡി രാവിലെ ആതിരയുടെ കാര്യത്തിൽ തന്നെ ആതിരയ്ക്ക് നൂറയ്ക്കും പൊട്ടിയിരിക്കുക. അപ്പോഴാണ് വിളിച്ചപ്പോഴത്തേക്ക് നേരെ അനുമോളുടെ ഷോ ഓഫ് പുറത്തോട്ട് നടന്നു പോയിട്ട് നീ ടോപ്പ് 5 അഹങ്കാരമല്ലേ. അപ്പൊ അനുമോളെന്തിനാ അഹങ്കരിക്കുന്നത്? PR ഉള്ളതിന്റെ അഹങ്കാരമോ? അനുമോൾ PR-ലാണെങ്കിൽ എന്നേ പുറത്തു പോകേണ്ട ആളാ. അനുമോളുടെ യഥാർത്ഥ ക്യാരക്ടർ ബിഗ് ബോസിന്റെ ഷോയിലൂടെ നമ്മൾ കണ്ടിട്ടില്ല. ഐ മീൻ, അനുമോൾ ബിഗ് ബോസിൽ കാണിച്ചു വെച്ചിരിക്കുന്നതിന്റെ 10 നമ്മൾ കണ്ടിട്ടുള്ളൂ. അത് ഒരുപാട് ഇനി 10 ഇരട്ടി കാണാനുണ്ട്. അത് പുറത്ത് വരുന്ന ആൾക്കാർ എന്തുകൊണ്ട് അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നില്ല? ആർക്കും അനുമോളോട് ഒരു ഒരു കുശുമ്പ് തോന്നേണ്ട ആവശ്യമൊന്നും ഇവിടെ ഇല്ല. അനുമോളുടെ യഥാർത്ഥ ക്യാരക്ടർ അവര് കണ്ടിട്ടുള്ളൂ, നമ്മളിത് കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ആരും സപ്പോർട്ട് ചെയ്യില്ല. നിങ്ങൾ നോക്കിക്കോ, ഒരു മനുഷ്യൻ അനുവിനെ സപ്പോർട്ട് ചെയ്യില്ല എവിക്റ്റ് ആയി വന്നതല്ലാതെ. കാരണം അവർക്ക് അനുമോളുടെ യഥാർത്ഥ സ്വഭാവം അറിയാം. ശൈത്യോട് ചെയ്തത് എന്താന്ന് എനിക്ക് കറക്റ്റ് ആയിട്ട് ഇപ്പൊ മനസ്സിലായി എന്ന് അന്ന് ശൈത്യക്ക് തോന്നി ആ സങ്കടം എനിക്ക് ഇന്ന് മനസ്സിലായി എന്ന് കറക്റ്റായിട്ട് അതിലെടുത്ത് പറയുന്നുണ്ടായിരുന്നു. ഇപ്പൊ ആ സമയത്താണ് മറ്റേ അക്ബർ പറഞ്ഞത് ദേ ഡിങ്കം വന്നല്ലോ എന്നുള്ളൊരു അത് നൈസ് കൗണ്ടറാണ് കേട്ടത്. കൊള്ളായിരുന്നു. അനീഷ് വീണ്ടും അനുമോളെ സപ്പോർട്ട് ചെയ്ത് വെളുപ്പിക്കാനായിട്ട് അങ്ങ് അന്ന് ഞാൻ അനുമോളെ വെളുപ്പിക്കാം എന്ന് പറഞ്ഞ പുള്ളിയും ഇറങ്ങിക്കാവൂറ്റ പൊന്നോ. അത് കാണുമ്പോൾ നമുക്ക് ആ സമയത്ത് അക്ബർ കാണിച്ചൊരു മര്യാദയുണ്ട്. അക്ബർ എന്ത് ചെയ്തു, ആ അനുമോള് വെസൽ കഴുകേണ്ടതിന് പകരം അക്ബർ പോയിട്ട് മാന്യമായിട്ട് വെസൽ അവിടെ കഴുകി വെച്ചോണ്ട്. അനുമോക്ക് അത് പറ്റത്തില്ല. അനുമോൾ വലിയ കൊച്ചമ്മയല്ലേ, കൊച്ചമ്മയ്ക്ക് പരിപ്പിക്കാനല്ലേ അറിയുള്ളൂ. അനുമോൾ ഈ ഭക്ഷണം വിളമ്പി കൊടുക്കുന്നത് പോലും, അത് ഷാനവാസ് പറഞ്ഞൊരു പോയിന്റ് ഇന്നത്തെ, അനുമോള് ഭക്ഷണം വിളമ്പി കൊടുക്കുന്നത് പോലും അതും സൗഹൃദത്തിന്റെ പേരിലൊന്നും അല്ല, സ്നേഹം കൊണ്ടുമല്ല, അതും കോണ്ടന്റിന് വേണ്ടിയിട്ടാണ്. അതിന്റെ പേരിൽ ഒരു ഇഷ്യൂ ഉണ്ടാക്കി വഴക്കുണ്ടാക്കി അവിടെ ഒരു പ്രോബ്ലം ക്രിയേറ്റ് ചെയ്ത് ഒരു ഇഷ്യൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അനുമോള് ഭക്ഷണം പോലും അവിടെ വിളമ്പി കൊടുക്കുന്നത്. 2 രീതിയിൽ, ഒന്നെങ്കിൽ പ്രശ്നം ഉണ്ടാക്കണം, അല്ലാന്നുണ്ടെങ്കിൽ അനുമോൾ കണ്ടോ എന്ത് നല്ലൊരു ഒരു പെൺകുട്ടിയാണ്, കുടുംബിനിയാണ്, എല്ലാവർക്കും ഈക്വൽ ആയിട്ട് ഭക്ഷണം വിളമ്പി കൊടുക്കുന്നു, എന്ത് നല്ല കുട്ടി. അനുമോളുടെ മറ്റേ PR ടീം തെമ്മാടത്തരം കാണിച്ചാലും നല്ലത് കാണിച്ചാലും അനുമോളെ ഏത് രീതിയിൽ വേണമെങ്കിലും വെളുപ്പിക്കുമെന്ന് അനുമോക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അനുമോള് ഈ കിച്ചണിലേക്ക് ഇറങ്ങി വിരകലുണ്ടല്ലോ. ആര്യന്റെ കേസ് പോലും ഇപ്പോഴും ഔട്ട് വന്നിരിക്കുന്നത് എങ്ങനെയാണ്? അയ്യോ, ആര്യൻ അനുമോളെ കെട്ടിപ്പിടിച്ച് ഷെയ്ക്കാൻ കൊടുത്തെന്ന് വിചാരിച്ചു. അപ്പൊ എങ്ങനെ വെളുപ്പിക്കുന്ന അറിയാവോ? കണ്ടോ, അനുമോളുടെ മനസ്സിൽ അങ്ങനത്തെ ഗ്രഡ്ജുകൾ കാര്യങ്ങളൊന്നുമില്ല. ഒരു പ്യുവർ സോൾ ആണ്. കാരണം ആര്യൻ എന്തൊക്കെ കഴിഞ്ഞ വീക്ക് കാണിച്ചു. അന്ന് ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ആര്യൻ ഔട്ടായി, ഇത് ആര്യൻ അനുവിൻ്റെ അടുത്ത് വന്നില്ല. പക്ഷെ ആദിൽ, അനൂറ് അവരെല്ലാരും കെട്ടിപ്പിടിച്ച് പോയപ്പം ഇവര് ഇറങ്ങി പോകുന്ന സമയത്ത് അതിലെ നടന്നു പോകുമ്പോ പിടിച്ചു നിർത്തി പോവണ്ട എന്നൊരു രീതിക്ക് യഥാർത്ഥ ഫ്രാഡ് പുറത്തോട്ട് വരുന്നതാണ്, അല്ലാതെ വേറെ കാര്യമൊന്നുമില്ല. അപ്പോ പിന്നീട് ഈ നൈറ്റിൽ മീറ്റിംഗ് വിളിക്കുന്നുണ്ടല്ലോ ടാസ്ക് എല്ലാം കഴിഞ്ഞിട്ട്. ഈ ടാസ്കിനിടയിൽ തന്നെ അനീഷ് വന്നിട്ട് വീണ്ടും അനുമോളെ വെളുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അനുമോൾ ചെയ്ത തെറ്റെന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അനുമോൾ എണീറ്റുന്നുണ്ട്, എന്തൊക്കെയോ വിവരക്കേടുകൾ വിളിച്ച് പറയുന്നുണ്ട്.
ആ സമയത്തും ആ ഒരു മീറ്റിംഗ് പോലും കംപ്ലീറ്റ് ചെയ്യാണ്ട് അനുമോൾ അവിടെ ഓടി രക്ഷപ്പെടുന്നുണ്ട്. കാരണം ഓടി രക്ഷപ്പെടുന്നത് വേറെ കൊണ്ടല്ല, മറ്റുള്ള ആൾക്കാർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ട് മറുപടി പറയാനായിട്ട് അനുമോൾ ഒന്ന് വിയർക്കും. അത്രയുള്ള പ്രശ്നം, വേറെ കുഴപ്പമൊന്നുമില്ല. ആരെങ്കിലും നെഞ്ചിൽ നിവർത്തി നിന്ന് 2 ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അനുമോൾ അപ്പ പേടിച്ചോടി കളയും. അതാണ് അനുമോളുടെ പ്രശ്നം. മറുപടികൾ പറയാനായിട്ട് അനുമോളുടെ നാക്ക് പൊങ്ങൂല്ല. കുൽസിതം പറയാനും വിവരക്കേടുകൾ പറയാനും അതേപോലെ കെട്ട വർത്താനം പറയാനും കൂടെ നിൽക്കുന്ന ആൾക്കാരെ ചതിക്കാനും ഒക്കെ അനുമോൾക്ക് 100 നാവാം. അതേ സമയത്ത് നല്ലൊരു കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനോ സ്റ്റാൻഡേർഡ് ഉള്ള ഒരു കാര്യങ്ങൾ പറയാനോ അനുമോൾക്ക് പറ്റൂല. അത് അനുമോൾക്ക് നടപടിയുള്ള കേസ് കെട്ടേ അല്ല. അതുകൊണ്ട് അനുമോൾ ആരൊറ്റപ്പെടുത്തി എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ തന്നെയും അനുമോൾ കാണിക്കുന്ന ഊളത്തരങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നമുക്ക് എന്തായാലും താല്പര്യമില്ല. അത് പറ്റുന്ന പരിപാടി അല്ല. ഇപ്പോ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ പോലെ അതിലെ നൂറേഞ്ച് ഒരുപക്ഷെ നാളെ വീണ്ടും ഇതൊക്കെ മറന്ന് അനുമോളോട് സംസാരിക്കാനും മിണ്ടാനും ചെല്ലുമായിരിക്കും. ഫസ്റ്റ് ടാസ്ക് കഴിഞ്ഞപ്പോഴത്തേക്കും ചെയ്തിട്ടുണ്ടായിരുന്നു. പറഞ്ഞു തട്ടി മാറ്റി. അതായത് താല്പര്യമില്ല. ആ പിള്ളേരുടെ കരച്ചിൽ ജെന്യൂൻ ആയിരുന്നു കേട്ടോ. ആദരുടെയും നൂറുടെയും ഇന്നത്തെ കരച്ചിൽ എന്ന് പറയുന്നത് ഭയങ്കര ജെന്യൂൻ ആയിട്ടുള്ള ഒരു കരച്ചിൽ. അനുമോള് ഭക്ഷണമൊക്കെ വായ വെച്ചിട്ട് കരച്ചിലുണ്ട്. അതായത് അതൊന്നും എറിക്കണം. അതായത് എനിക്ക് ഏറ്റവും ആദ്യം ഏതൊരു പോർഷൻ ഇല്ലാത്ത സൈഡിൽ പോയി മൂലക്ക് വന്ന് കരഞ്ഞിട്ട് കാരണം ഈ പ്രായ വ്യത്യാസം ഉണ്ടല്ലോ, അവരുടെ ഒരു മെച്ചൂരിറ്റിയാണ് അത് കാണിച്ചത്. അനുമോൾക്ക് പിന്നെ 19 വയസ്സായോണ്ടേ അനുമോള് നന്നായിട്ട് അറിയാം ഈ കരച്ചിലും പിഴിച്ചിലൊക്കെ എവിടെ ആയിക്കും നമുക്ക് നന്നായിട്ട് അറിയാം. അനുമോളൊരു സംഭവം എനിക്കറിയാം. ഈ നമ്മുടെ ഈ ഡാൻസ് മാരത്തോൺ ടാസ്കില് കിലുക്കത്തില് രേവതിയായിട്ട് ആക്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോഴത്തേക്കും അന്ന് അനുമോള് അനുമോള് ആക്ട് ചെയ്തത് കാവ്യമാധവനായിട്ടായിരുന്നു. കിലുക്കത്തിലെ കാവ്യമാധവനായിട്ടാണ്. നമ്മള് ഈ സിനിമ നമ്മൾ കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മൾ പറയാറുണ്ട് രേവതി സൂപ്പറായിട്ട് ആവേശം ചെയ്തു വെച്ചു, കാവ്യമാധവൻ ഭയങ്കര ഓവറാക്കി ചെയ്തു വെച്ചു എന്നുള്ളത്. അനുമോൾ ബിഗ് ബോസിനൊന്നും അങ്ങനെ തന്നെയാണ്. അതായത് അനുമോളുടെ PR ടീം പറയണം അനുമോളെ ചില സമയത്തൊന്നും ഭക്ഷണത്തിന്റെ പേരിലൊക്കെ ഒന്ന് കരഞ്ഞേക്കണേ, ഞാൻ ഏറ്റി കേട്ടാ പറഞ്ഞ കുറച്ച് ഭക്ഷണമൊക്കെ വാങ്ങിയിട്ടുണ്ട് കരച്ചിലുണ്ട്. അതായത് നോർമലി ഒരാൾ കരയുമ്പോഴത്തേക്ക് അത്ര ഏക്കത്തില്ല. അതേസമയത്ത് പയറും കുറച്ച് ചോറും കൂടെ വായിലേക്ക് കയറ്റി വെച്ചിട്ട് കുറച്ച് വെള്ളം കൂടെ കുടിച്ചിട്ട് അങ്ങനെ കിടന്ന് കരയുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ ഒരു ഡെപ്ത് ഉണ്ടാവില്ല ആ കരച്ചിന്. അത് റീലായിട്ട് ആ സാധനം കട്ട് ചെയ്തിട്ട് നമ്മൾ കാണുന്നത് മറ്റേ ലാൻഡ്സ്കേപ്പിലല്ലേ, അത് പോർട്രേറ്റിലാക്കുമ്പോഴത്തേക്കും അനുമോളുടെ ഫേസിന് എന്റെ അന്ന് സത്യം ഞാൻ ഒരു തെറ്റ് ചെയ്തിട്ടില്ല മല്ലയ്യ എന്നൊക്കെ പറയുന്ന പോലെ അനുമോള് ഇന്ന് പൊളിച്ച അനുമോള് ഭയങ്കര. അതായത് അനുമോള് നിങ്ങൾ ഈ അനുമോള് പുറത്തിറക്കുമ്പോഴത്തേക്കും ഈ സീരിയലിനകത്തൊക്കെ അഭിനയിപ്പിക്കുമ്പോഴേ അല്ലെങ്കിൽ എന്തെങ്കിലും സിനിമയിലൊക്കെ റോൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അനുമോളത്ത് പറയണം മീറ്റർ പറയണം. അതായത് അനുമോളെ ഒരു 10 മീറ്ററിൽ കരയണ്ട. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു 25 മീറ്ററിലാണ് കരയേണ്ടതെന്ന് വിചാരിച്ചു. നമ്മൾ ഈ സിനിമയിൽ മീറ്റർ എന്നൊക്കെ പറയുമല്ലോ. അനുമോളത്ത് 5 മീറ്റർ കരയാൻ പറഞ്ഞാൽ മതി. കാരണം അനുമോൾ ബാക്കി 20 അതിട്ടുള്ളൂ. അതൊക്കെ അനുമോള് പുപ്പുലിയല്ലേ, നിമിഷം നേരം കൊണ്ട് ആ സാധനമൊക്കെ ഗംഭീരമായിട്ട് അതൊക്കെ ചെയ്യും. അതേപോലെ തന്നെ ഈ സദാചാരക്കാരുണ്ടല്ലോ നമ്മുടെ നാട്ടിലെല്ലാ മൂലക്ക് ഈ കുറെ അമ്മാവന്മാരുണ്ടാവും. കലിങ്കിന്റെ ചോട്ടിലെ കുറെ ആൾക്കാരൊക്കെ ഇരിക്കും. ഈ പെണ്ണുങ്ങളും ആണുങ്ങളൊക്കെ അവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെന്ന് അറിയാനായിട്ട്. പിന്നെ ഇപ്പോൾ നിങ്ങൾക്കൊക്കെ ഒരാളെ കിട്ടിയിരിക്കുകയാണ്. നിങ്ങൾക്കാണെങ്കിൽ ഫാൻസ് അസോസിയേഷൻ, ഓൾ കേരള അനുമോൾ ഫാൻസ് അസോസിയേഷൻ ആൻഡ് വെൽഫെയർ എന്ന് വെച്ചിട്ട് താഴത്ത് മറ്റേ കലിങ്ക് സമിതി എന്നൊക്കെ പറഞ്ഞ് വെക്കാം നിങ്ങൾക്ക്. കാരണം നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് പറ്റിയ ഒരാളാണ് അനുമോള്. കാരണം കിണ്ണനായിട്ട് സദാചാരമൊക്കെ പറയും. ഈ പുറത്തിറങ്ങി കഴിയുമ്പോഴത്തേക്ക് അനുമോൾ വക ഒരു സദാചാര ക്ലാസ് ഒക്കെ ഉണ്ടാവും എല്ലാവർക്കും വേണ്ടിയിട്ട്. എനിവേ നമുക്ക് എന്തായാലും ബാക്കി എപ്പിസോഡിൽ കാണാം. നാളെ ഇനിയിപ്പോ വെസലാണ്. ഇനിയിപ്പോ വെസലിന്റെ പേരില് അനുമോൾ അതിലും വെസലിനും പറ്റുന്നില്ല. അതൊന്നും പറ്റൂല. കാരണം അതുകൊണ്ടാണല്ലോ നൂറ ഇനിയിപ്പം വെസലിലോട്ട് കയറി പാത്രം കഴുകിക്കോളാന്ന് ഏറ്റത്. അല്ല വെസലിന്റെ അതറിയോ, വെസലിൽ പോയാലും ബാത്റൂമിൽ പോയാലും മറ്റേ നമ്മുടെ ഫ്ലോർ ആണെങ്കിലും ഇതേപോലെയുള്ള അവിഞ്ഞ കണ്ടന്റ് ഉണ്ടാക്കാൻ പറ്റില്ല. മനസ്സിലായോ? കിച്ചണിൽ അത് പറ്റുള്ളൂ. കാരണം ആഹാരമാണ് ഒരു മനുഷ്യന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അവനിപ്പോ തറ കഴുകിയില്ലെങ്കിലോ ബാത്റൂം കഴുകിയില്ലെങ്കിലോ വെസൽ പെട്ടെന്ന് കഴുകിയില്ലെങ്കിലോ ഒന്നും അവന് വലിയ പ്രശ്നം വരത്തില്ല. ആഹാരം കിട്ടിയില്ലെങ്കിൽ ആഹാരം വീതം വെക്കുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. അനുമോക്കറിയാം ഞാൻ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുന്നതിൽ നിന്ന് പറഞ്ഞില്ലേ, ഈ ബിഗ് ബോസിൽ കിടന്ന് ഈ ഭക്ഷണം ഉണ്ടാക്കുന്നതിന്റെ കാര്യം എന്താ? അത് കോണ്ടന്റിന് വേണ്ടിയിട്ടാണ്. ടാസ്ക് കളിക്കാനുള്ള കഴിവില്ല, അല്ലെങ്കിൽ മറ്റ് വെർബലി സ്ട്രോങ് അല്ല. കുറച്ചൊക്കെ അറിയാന്ന് വെച്ച് ഞാൻ അങ്ങ് ഓർത്ത് ചെയ്യുന്നത്. അതെ അല്ലാതെ എനിക്ക് കുക്കിംഗ് അറിയില്ല. ഈ ഓർത്ത് ചെയ്യുന്നത് PR ടീം പറഞ്ഞത് ഓർത്ത് ചെയ്യുക, അല്ലാണ്ട് വേറെ നല്ല ഓർത്ത് ചെയ്യുന്നത് നിങ്ങൾ പ്രേക്ഷകരും കൂടെ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നല്ല കാര്യം. എന്തായാലും നമുക്ക് നോക്കാം അടുത്ത എപ്പിസോഡിൽ അടുത്ത അളിഞ്ഞ കണ്ടന്റുമായിട്ട് അനുമോള് വരട്ടെ. ബൈ.